ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ആസ്ന. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. ദ ലെജൻഡ് ഓഫ് ദി നെവർലാൻഡ്. പുതിയൊരു ഗെയിമുമാണ്. നമ്മൾ എപ്പോഴും FF ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും ബോറടിക്കൂല, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാനൊന്ന് ഗെയിമൊന്ന് മാറ്റിയൊക്കെ പിടിച്ചായിരുന്നു. നമുക്ക് വേഗം തന്നെ ഗെയിമിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ്, അതായത് പക്ഷിയൊക്കെ പറന്ന് തന്നെയുണ്ട്. പക്ഷേ പുറത്ത് നോക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് സ്പേസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടർ, പിങ്ക് തലമുടിയായിട്ടിരിക്കുന്നത്. പേര് സഞ്ജു എന്നാണ്. അപ്പം ഗാർഡിയനൊക്കെ എന്തോ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം നമ്മുടെ സഞ്ജു ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഞ്ജു പറയുന്നുണ്ട് നമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന്. ഗാർഡിയൻ ചോദിക്കുമ്പോൾ സഞ്ജു പറയുന്നുണ്ട് ഈ ആയോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോൺസ്റ്ററിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ എന്തോ മോൺസ്റ്റർ നിൽക്കുന്നുണ്ട്, അതിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യണം. എന്നിട്ട് യായോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഡിഫീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ. ആരാണ് യായോയി എന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. സോ ആദ്യം ഇവരെ ഡിഫീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. യു മസ്റ്റ് സെലക്ട് എ ടാർഗറ്റ്. ഓക്കെ, ഒരുത്തനെ നമുക്ക് ഒന്നളഞ്ഞിട്ടുണ്ട്. അടുത്ത മോൺസ്റ്ററിനെ നമുക്ക് ഗാർഡിയൻസ് അത്യാവശ്യം സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു 3 മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ആക്കിയപ്പോൾ ഒരു പാത്ത്, അതായത് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൽ കൂടെ പോയി നോക്കണം. ഇതിൻ്റെ അടിയിലൊക്കെ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ സാധനങ്ങളൊക്കെ ചിതറി കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ മെയിൻ വില്ലൻ വന്നിട്ടുണ്ട്. ഇവനാണെന്നൊന്നും മെയിൻ വില്ലൻ. പേരൊന്നും തന്നിട്ടില്ല. ഇവൻ്റെ പേരെന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കൊന്നും ഇവനാണെന്നൊന്നും മെയിൻ വില്ലൻ. അവൻ അവിടെ ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അത്യാവശ്യം വലിയൊരു മോൺസ്റ്ററാണ് കേട്ടോ ഗൈസ് അത്. ഓക്കെ, അപ്പോൾ ഗാർഡിയൻ പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഒരു ഡേഞ്ചറസ് എനിമിയാണ്, നമ്മൾ ഇന്നേ വരെ അതിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗാർഡിയൻസ് എല്ലാവരും ചത്തുപോയിട്ടാ, ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പോഴേക്കും എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് എന്നാലും ഡാമേജ് ഒക്കെ കിട്ടുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മളെ എനിമി, അതായത് ആ ഒരു മോൺസ്റ്റർ അടിച്ചിടുന്നുണ്ട് നമ്മളെ താഴെ. അപ്പോൾ അവിടെ ഏതോ ഒരു ഫ്ലവർ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ തന്നെയായിട്ട്. അതിൽ നിന്നാണോ നമ്മളാണോ പറയുന്നതെന്ന് അറിയില്ല. അവിടെ നിന്നൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഐ വാണ്ട് ടു ലീവ്, എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രോസൺ ആയത് പൊട്ടുവാണ്. അതിൽ നിന്നൊരു ക്യാരക്ടർ തന്നെയുണ്ട്, അതാണ് ഐറിസ് ഗൈസ്. നമ്മുടെ, അതായത് സെഞ്ചു എന്ന ക്യാരക്ടർ, അതായത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫ്ലവർ ഫെയറി. അപ്പോഴേക്കും നമ്മുടെ സഞ്ജുവിന് പറ്റിയേക്കുന്ന ബോൺസ് പരിക്കെല്ലാനും മുറിവുകളെല്ലാനും ഉണങ്ങുന്നുണ്ട്. അപ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ഐറിസ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്ലവർ ഫെയറി ആണെന്ന്. അപ്പം മോൺസ് അതിൻ്റെ മുഖം മൂടി ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്യുവാണ്. നമുക്കത് ഐറിസിൻ്റെയും കൂടി ഹെൽപ്പ് ഇപ്പം കിട്ടും. അത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതിനകത്ത് റെക്കോർഡ് വർക്കാവുന്നില്ല. അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കാം നമുക്ക്. പക്ഷെ ഇത് ഈ ഒരു ഇതിൽ മാത്രം സൗണ്ട് ഉണ്ടാവില്ല. കാരണം അറിയാമല്ലോ, ഞാൻ എക്സ് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണിൻ്റെ റെക്കോർഡർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വോയിസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് വീഴുന്നുണ്ട് താഴോട്ട്, സഞ്ജു. അതേപോലെ ഐറിസും വീഴുന്നുണ്ട്. നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ തന്നെ എന്തോ ഒരു ഇത് വരുന്നുണ്ട്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ, അതായത് താഴോട്ട് പോണതിന് മുമ്പ് താഴെ വീഴുമ്പോഴും നമ്മ സംഭവിക്കുന്ന കാര്യങ്ങൾ സഞ്ജു ആണെന്നൊന്ന് അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ ഡാറ്റ അതായത് ഇത് ഇച്ചിരി നേരം ലോഡായിട്ടെ. ഓക്കെ ഗൈസ്, ലോഡായിട്ടുണ്ട്. ഓക്കെ, ഐറിസ് ആണെന്ന് തോന്നുന്നു നമ്മളെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. നമ്മ അപ്പോൾ കണ്ണുറക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജു വേക്കപ്പ് എന്ന് പറയുന്നുണ്ട്. എണീക്കെന്ന് പറയുമ്പോൾ നമ്മൾ പറയണ്ട എൻ്റെ തലയൊക്കെ വേദന എടുക്കുന്നു, നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഐറിസ് പറയുന്നുണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, ഞാൻ നിന്റെ ഫ്ലവർ ഫെയറി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട്, അവക്ക് നേരത്തെ അതായത് ഇച്ചിരി മുമ്പേ കഴിഞ്ഞ കാര്യങ്ങളായിട്ടാണല്ലോ തോന്നുന്നത്. അപ്പോൾ അവള് പറയുന്നുണ്ട്, മോൺസ്റ്ററിനെയൊക്കെ ഫൈറ്റ് ചെയ്യണമായിരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഐറിസ് പറയുന്നുണ്ട്, ഏത് മോൺസ്റ്റർ എന്നൊക്കെ ചോദിച്ചിട്ട് ഐറിസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ഡേ ഡ്രീമിങ് ആയിരുന്നോ എന്നൊക്കെ. അപ്പോൾ അപ്പോൾ ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഐറിസും സഞ്ജുവും വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അതേപോലെ അവരിപ്പോൾ ഒരു ടൗണാണ്, ഓക്ക് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐറിസ് പറയുന്നുണ്ട്, കാരലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നിന്നെ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സഞ്ജു പറയുന്നുണ്ട്, അയ്യോ ഞാനിപ്പം തന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് കാരലീനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ടേതോ ഇതാണെന്ന് കാരലീൻ ക്യാരക്ടർ. അപ്പോൾ സ്ലീപ്പിങ് എപ്പോഴും ഉറക്കമാണോ എന്നൊക്കെ എന്തോ ചോദിക്കുന്നുണ്ട് അവളെ കളിയാക്കി. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സഞ്ജു, ഞാൻ ഒരു വലിയ ജൈൻ മോൺസ്റ്ററിനെയൊക്കെ തോൽപ്പിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കാരലീൻ പറയുന്നത്, നിനക്ക് എന്താ വട്ടായോ, അതൊക്കെ 100 വർഷം മുമ്പാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സഞ്ജു ഞെട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇച്ചിരി നേരം മുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ അത് 100 വർഷം മുമ്പാണെന്ന് നമ്മുടെ കാരലീൻ പറയുമ്പോൾ അവൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ നമ്മുടെ കാരലീൻ എന്തുമായിരുന്നു റെലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഓക്ക് ടൗണിൽ റെലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു ഇതാണ് റെലിക്ക് കണ്ടുപിടിക്കാനുള്ളൊരു മിഷൻ തരുവാണെന്ന് നമ്മുടെ കാരലീൻ പറയണ്ട. അപ്പോൾ നീ അത് പോയിട്ട് മേയർ വിൻസെൻറ്റിനോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. അതേപോലെ കാരലീൻ പറഞ്ഞിട്ടുണ്ടായി അതൊരു കോയിന്ന് നമ്മുടെ ഇതാണെന്ന്, ഒരു സീഡ്, ഒരു വിത്താണെന്ന് പറയുന്നുണ്ട്. വിൻസെൻറ്റിനോട് ചോദിക്കുമ്പോൾ വിൻസെൻറ്റ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മേയർ അതിൻ്റെ ഒരു ഷോക്കിലാണ്, എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ, ഷോക്കിലാണ് ഇപ്പോഴും. സീഡ് വാസ് സ്റ്റോർട്ട് സംതിങ് ഒരു ഇതുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ട്, ഫിലിപ്പ് ഹാഡ് കം ടു റിപ്പോർട്ട് ബിഫോർ സെയിങ് ദാറ്റ് ഹി ഹാഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പിനോട് പോയി സംസാരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ മിഷൻ. സോ ഓക്കെ, നമുക്ക് ഫിലിപ്പിനോടായി സംസാരിക്കാം. ഇവിടെ ഓരോരോ വീഡിയോകൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഫിലിപ്പിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ സംതിങ് സ്ട്രേ അപ്പോൾ നമ്മളാണ് അഡ്വഞ്ചറർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ അഡ്വഞ്ചർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഞ്ജു പറയുന്നുണ്ട്, അതെ ഞാനാണ്, എനിക്കിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട്, റെലിക്കിന് കാണാതെ പോയ റെലിക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തന്നേക്കുവാണെന്ന്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, അതായത് ഫിലിപ്പിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൽ എന്തോ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങളും അതേപോലെ തന്നെ ആ ലൈറ്റ് എപ്പോഴും മിന്നലുണ്ടെന്ന്, ഇങ്ങനെ മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സഞ്ജു ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുത്ത്, നീ കണ്ടോട്ടാ, ഒരൊറ്റ ചവിട്ട് അവൾ വെച്ച് നോക്കിയപ്പോൾ ഐറിസ് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താ കാണിച്ചത്, അത് ഭയങ്കര മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സഞ്ജു ചോദിക്കുന്നത്, പക്ഷെ അത് നോക്കി ഞാനത് ഫിക്സാക്കി, ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞാൽ അവളോട് തുള്ളിച്ചാടുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു ജീനി പോലത്തെ ഒരു സാധനം പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ സഞ്ജു ഒക്കെ ശരിക്കും ഇങ്ങനെ പേടിച്ചു പോകുന്നുണ്ട് ആ സാധനത്തിനെ കണ്ടിട്ട്. അവിടെ വെച്ചാണ്ടോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ വേണമെന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് എല്ലാം ചെയ്തേക്കാം.
കമൻറ്റ് ബോക്സിലിട്ടേക്കാം ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വേണോന്നൊക്കെ. ഈ ഗെയിമിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ ജെൻഷിൻ ഇമ്പാക്റ്റ് ഹോങ്കായൊക്കെ കളിക്കുന്നതിലും നല്ലത്. അതായിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. പലർക്കും ജെൻഷിൻ ഇമ്പാക്റ്റിൻ്റെയൊക്കെ ഡൗൺലോഡിങ് റിസോഴ്സസ്, അതായത് റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ കാരണം തന്നെ കയറ്റാൻ പറ്റിയിട്ടുണ്ടായില്ല, അതായത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. എനിക്കും അങ്ങനെയായിരുന്നു. ഹോങ്കായി ഞാൻ ഇടാന്ന് പറഞ്ഞ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി, പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഈ ഒരു ഗെയിം ഡൗൺലോഡാക്കി. ഇതിക്ക് മുമ്പ് ഞാൻ കളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ശരിക്കും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ഗെയിമാണ്.